ഹായ് കൂട്ടുകാരെ, മഴവിലാസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പൊ കൊറോണ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് പറഞ്ഞത് കേൾക്കുക, ആവശ്യമില്ലാതെ പുറത്തിറങ്ങരുത്. കൊറോണ ഇപ്പോൾ ലോക്ക്ഡൌൺ ഒക്കെ മാറിയാലും ആവശ്യമില്ലാതെ നിങ്ങൾ പുറത്തിറങ്ങരുത്. പുറത്തിറങ്ങുമ്പോൾ മാസ്ക് വയ്ക്കുക, അല്ലെങ്കിൽ സാമൂഹിക മസ്റ്റായിട്ട് പാലിക്കുക. അല്ലെങ്കിൽ കൈയൊക്കെ എപ്പോഴും സാനിറ്റൈസ് ഇട്ട് സോപ്പുള്ളതായിട്ട് ക്ലീൻ ചെയ്യുക. അപ്പൊ ഞാൻ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്റർ നമുക്ക് സാധാരണക്കാർക്ക് ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെക്നീഷ്യൻ അല്ലാത്തവരൊക്കെ എങ്ങനെ കപ്പാസിറ്റർ ചെക്ക് ചെയ്ത് നോക്കാന്നുള്ള വീഡിയോ ചെയ്യുന്നത്. അത് നമുക്ക് മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യാം. അതിനൊക്കെ കഴിഞ്ഞാൽ മൾട്ടിമീറ്റർ ഇല്ലാതെ നോർമലായിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരു വീട്ടിൽ ചിലപ്പോൾ ഈ മൾട്ടിമീറ്റർ ആദ്യം കാണത്തില്ല, ഉറപ്പായിട്ട് കാണത്തില്ല. അപ്പം നോർമലായിട്ട് നമുക്ക് ഈ പവർ വെച്ചിട്ട് ഇതെങ്ങനെ ചെക്ക് ചെയ്യാൻ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യം വരെ നിങ്ങൾ എന്റെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്താണ് ബെല്ലൈക്കൺ ആളാക്കിയിടുക. എന്നാലും ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങൾ അറിയിക്കുക. അപ്പോൾ അതാണ് നമുക്ക് അടുത്തടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രയോജനം വരുന്നത്. ഞാൻ നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് എങ്ങനെ കപ്പാസിറ്റി. അപ്പോൾ ഞാൻ ഇവിടെ ബൾബ് എടുത്തിട്ടുണ്ട്. ബൾബ് വെച്ചാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഞാൻ ടെസ്റ്റ് ചെയ്ത് കാണിച്ചിരുന്നത്. അതിന് മുമ്പ് ഇതാണ് നമ്മളെ കപ്പാസിറ്റർ, ഡബിൾ കപ്പാസിറ്റർ ആണ്. ഡബിൾ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ അതിൽ 3 പോർട്ട് കാണും. ഇതാണ് നമ്മൾ AC-ലേക്ക് കൊടുക്കുന്ന കപ്പാസിറ്റർ. ഇതിൽ 3 പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇത് കംപ്രസറിൻ്റെ സ്റ്റാർട്ടിംഗ് കോയിലിൻ്റെ, ഇത് ഫാനിൻ്റെ ഡബിൾ കാലിൽ ഈ കാണുന്നത് ഫാനിൻ്റെ സ്റ്റാർട്ടിംഗ് കോയിലിൻ്റെ, ഇപ്പോഴത്തെ ഈ 4 കാലിൻ്റെ അടുത്ത് കാണാം. ഇത് നമ്മൾ മെയിൻ ലൈൻ, കോമൺ ലൈൻ, മെയിൻ ലൈൻ കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതാണ് ഡബിൾ കപ്പാസിറ്റർ. ഇത് നമ്മളെ നോർമലിൽ ഫാനിലൊക്കെ വരുന്ന കപ്പാസിറ്ററാണ്. അപ്പോൾ കപ്പാസിറ്റർ ഫ്രിഡ്ജിൻ്റെ ആയാലും AC-യുടെ ആയാലും വാഷിംഗ് മെഷീൻ്റെ ആയാലും നമ്മളെ ഫാനിൻ്റെതായാലും മൈക്രോവൻ്റെ ആയാലും എല്ലാത്തിൻ്റെയും ചെക്ക് ചെയ്യണം. എല്ലാം ഒരേ മെത്തേഡിൽ തന്നെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊക്കെ നോർമലി എല്ലാ വീട്ടിലും ഇപ്പം മോട്ടർ കാണും, അതിനൊക്കെ ഫാനും ഇല്ലാത്ത വീടില്ല. അപ്പോൾ നമ്മളെ വീട്ടിൽ ഫാനൊക്കെ ചില സമയത്ത് നമ്മൾ കയ്യിലിട്ടൊക്കെ കറക്കിയല്ലേ കറങ്ങുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ ഈ കപ്പാസിറ്റർ പോയിട്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അത് നമുക്ക് തന്നെ എങ്ങനെ ചെക്ക് ചെയ്യാമെന്നാണ് നിങ്ങളുടെ ഈ വീഡിയോ കാണിക്കുന്നത്. ഇപ്പോൾ AC-യുടെ കപ്പാസിറ്റർ പോയാലും എങ്ങനെ ഇതെല്ലാം ചെക്ക് ചെയ്യുന്ന ഒരേ മെത്തേഡിൽ തന്നെ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ഞാൻ നിങ്ങളെ ഈസി ആയിട്ടുള്ള മെത്തേഡ് കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ ഒരു ബൾബ് എടുത്തിട്ടുണ്ട്. ഈ ബൾബിൻ്റെ ഒരു ലൈൻ, അതായത് അതിൻ്റെ ന്യൂട്രൽ ലൈൻ ഞാൻ ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം ന്യൂട്രൽ ലൈൻ ഡയറക്റ്റ് കണക്ട് ചെയ്യിക്കുന്നത്. ഫേസ് എന്ന് പറഞ്ഞാൽ 2 ലൈനിൽ ഒരു ലൈൻ ഞാൻ ഇവിടെ ഫേസ് ലൈൻ ഇവിടെ ഇത് കണക്ക് കട്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അത് നമുക്കിപ്പോൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ അപ്പോൾ നിങ്ങൾ ചെറിയ റിസ്ക്കാണ് നോക്കണത്, എന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചോണം. എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ ഹോൾഡർ ഒരു ബൾബ് എന്തായാലും കാണും. അപ്പോൾ അതിൻ്റെ ന്യൂട്രലിൻ്റെ ലൈൻ ഡയറക്റ്റ് കൊടുക്കുക. അപ്പോൾ ഫേസ് ലൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. സ്വിച്ച് ഓൺ ആക്കിയ ശേഷം ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റർ കത്തണ കാണാൻ പറ്റും. ഇപ്പോൾ ടെസ്റ്റർ കത്തനാണ്. അത് ഫേസ് ലൈൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഫേസ് ലൈൻ ഇത് രണ്ടും കൂടെ, ഈ ഫേസ് ലൈനും ഇപ്പോഴത്തെ ബൾബ് എന്ന് പറഞ്ഞാൽ മറ്റേ ലൈനും കൂടെ ഇപ്പോൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബൾബ് കത്തണ കാണാൻ പറ്റും. അപ്പോൾ ഇത് എത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കപ്പാസിറ്റർ എടുക്കുക. കപ്പാസിറ്റർ എടുത്തതിന് ശേഷം അതിൻ്റെ കോമൺ ലൈനും നമുക്കിപ്പോൾ നോക്കണമെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് നോക്കേണ്ടത് കംപ്രസറിൻ്റെ പോയിൻ്റ് കറക്റ്റ് ആണെന്നുള്ളതാണ്. കംപ്രസറിൻ്റെ ലൈനിലും വെച്ച് പിടിക്കുക. അത് കണക്ക് തന്നെ അതിനൊക്കെ കോമൺ ലൈനിലും വെച്ച് പിടിക്കുക. അത് കണക്ക് തന്നെ കംപ്രസർ ലൈനിലും വെച്ച് പിടിക്കുക. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതെവിടെ കാണിട്ടുണ്ട്. ഇത് കംപ്രസർ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിനങ്ങനെ ഫാൻ എന്താ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ കോമൺ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം കോമൺ ലൈനും കംപ്രസറിൻ്റെ ലൈനുമാണ് ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇപ്പോൾ ബൾബ് കത്തുന്നത് കാണാം. കത്തുന്നതാണെങ്കിൽ ഓക്കെ എന്നാണ് അതിൻ്റെ അർത്ഥം. അതിനുശേഷം നമ്മളത് പിടിക്കരുത്, അതിൽ ചിലപ്പം ഷോക്ക് അടിക്കുക. അതുകൊണ്ട് നമ്മളൊന്ന് ഷോർട്ട് ചെയ്ത് വിടണം. ഷോർട്ട് ചെയ്തിട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ ഫാൻ ലൈനും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതേ കണക്ക് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഫാൻ ലൈനും കത്തുന്ന കാണാൻ പറ്റും. അപ്പം ഈ കപ്പാസിറ്റർ ഓക്കെയാണ്. ഈ കപ്പാസിറ്ററിന് വേറെ കംപ്ലൈൻറ്റ് ഇല്ല, ഓക്കെ എന്നാണ് അതിൻ്റെ അർത്ഥം. അത് കഴിഞ്ഞ് നമുക്ക് വേറൊരു കപ്പാസിറ്റർ ഇവിടെ ഇരിപ്പുണ്ട്. ഈ കപ്പാസിറ്റർ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലൈനും ഈ കപ്പാസിറ്ററിൻ്റെ കംപ്രസറിൽ കൊടുക്കുന്ന ലൈനും അതേ കണക്ക് തന്നെ കോമൺ ലൈനും കൂടെ ഒന്ന് നമുക്ക് ഇതിനെ കത്തിച്ച് നോക്കാം. ഇതാ ഞാൻ ഇപ്പോൾ കൊടുക്കുക, നിങ്ങൾ ഇവിടെ കാണാം ഇത് ലൈറ്റ് കത്തുന്നില്ല. അതിൻ്റെ അർത്ഥം ഈ കപ്പാസിറ്ററിൻ്റെ AC-യുടെ ലൈൻ, അതായത് കംപ്രസറിൽ കൊടുക്കുന്ന ലൈൻ പോയിന്റ് കംപ്ലൈൻറ്റ് ആയെന്നാണ് അതിൻ്റെ അർത്ഥം. അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ ഫാൻ ലൈനും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാ ഫാൻ ലൈൻ കത്തണ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പം ഫാനിൻ്റെ ലൈൻ ഓക്കെയാണ്, പക്ഷേ ഇതിൻ്റെ കംപ്രസറിൽ കൊടുക്കുന്ന ലൈൻ പോയതാണ്. അപ്പോൾ കംപ്ലൈൻ്റാണ് ഈ കപ്പാസിറ്റർ. ഇത് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് ഇതാണ് നമ്മളെ ഫാനിലേക്ക് കൊടുക്കുന്ന കപ്പാസിറ്റർ. അതും കൂടെ നമുക്ക് അതേ കണക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു കത്തണ കാണാം. ഇതും ഓക്കെയാണ്. ഇനി ഇതല്ലാതെ ഇതില്ലാതെ നമുക്ക് വേറെ രീതിയിലും ചെക്ക് ചെയ്യാം. അത് ഈ ബൾബൊന്നും വേണ്ട. അപ്പോൾ ഇനി അങ്ങനെ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് 2 വയർ വേണം.
ഞാൻ ഇപ്പോൾ 2 വയർ ഇതാ കപ്പാസിറ്ററിൽ കണക്ട് ചെയ്യുന്നുണ്ട്. അതേ കണക്ക് നമ്മളെ ഈ പവർ സ്വിച്ചിൽ സോക്കറ്റിൽ എക്സ്റ്റൻഷൻ വയറിൽ ഞാൻ എന്താ ഒരു 2 വയറും കൂടെ ഇപ്പം ഞാൻ ഇവിടെ കണക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം ഞാൻ 2 വയർ ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പവർ ഓൺ ആക്കിയതിന് ശേഷം ഒരു സെക്കൻഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പിടിക്കുക. എന്നിട്ടൊന്ന് സ്പാർക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ സ്പാർക്കായത്. ഇങ്ങനെ സ്പാർക്ക് സൗണ്ടോടുകൂടി സ്പാർക്കാണോ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഇങ്ങനെ സ്പാർക്ക് ആയി കഴിഞ്ഞാൽ നമ്മളെ കപ്പാസിറ്റർ ഓക്കെയാണ്. ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ഒരു സെക്കൻഡ് ഇതിനൊക്കെ വെച്ച് പിടിക്കുക. എന്നിട്ടൊന്ന് ടച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾക്കിപ്പോൾ കാണാം. ഞാൻ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. ഈ രീതിയിൽ നമുക്ക് ഈസിയായിട്ട് ചെക്ക് ചെയ്യാം. നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ മൾട്ടിമീറ്റർ എടുത്തിട്ട് നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യണമെന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. മൾട്ടിമീറ്റർ എടുത്ത് അല്ലെങ്കിൽ നോർമൽ മൾട്ടിമീറ്റർ എടുത്ത് ഫസ്റ്റ് നമ്മൾ കണ്ടിന്യൂറ്റി ഇടുക. കണ്ടിന്യൂറ്റി ഇട്ടിട്ട് നമ്മളിതാ ഇത് വെച്ച് പിടിക്കുമ്പോൾ നമുക്കൊരു ബസർ സൗണ്ട് ഇതിൽ കേൾക്കാം. ആ ബസർ സൗണ്ട് കേട്ടിട്ട് നിങ്ങളിതാ ഈ ഓരോ കാലിൽ വെച്ചിട്ട് ഇത് ഷോർട്ട് ഉണ്ടാകാൻ നോക്കണം. ഏതെങ്കിലും പോയിന്റ് ഷോർട്ടൊന്നുമില്ല. ഇപ്പോൾ നല്ല കപ്പാസിറ്ററാണ്. ഇനി നമുക്ക് റീസെറ്റ് ചെയ്ത് വട്ടം മാറ്റി നാനോ ഫാരലൈറ്റായിട്ട് മാറ്റാം. അപ്പോൾ നാനോ ഫാരലൈറ്റ് ഞാൻ മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതിപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം 60.5 അപ്പോൾ ഇത് ഫാനിൻ്റെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഇപ്പോൾ എഴുതിയിട്ടുണ്ട് 5 MFD എന്നാണ് എഴുതിയേക്കുന്നത്. ഇപ്പോൾ 5 MFD ഇപ്പോൾ ഇവിടെ മൾട്ടിമീറ്റർ കാണിക്കുന്നുണ്ട്, റൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കപ്പാസിറ്റർ ഓക്കെയാണ്. ഇനി നമുക്ക് വേണം ഇതിൻ്റെ ഫാൻ മോട്ടറിൻ്റെ കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ എന്താ കറക്റ്റ് കാണിക്കുന്നുണ്ട്. ഇത് ഓക്കെയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കപ്പാസിറ്റർ ചെക്ക് ചെയ്യണം എങ്ങനെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെ വീട്ടിലെ ഫാനൊക്കെ നമ്മൾക്ക് ചില സമയത്ത് കാണാം കമ്പിട്ടൊക്കെ ഇങ്ങനെ കറക്കണത്. അത് കറങ്ങാത്ത കാര്യം എന്ന് വെച്ചാൽ ഈ കപ്പാസിറ്റർ അതിൻ്റെ അകത്തുള്ള ചെറിയ കപ്പാസിറ്ററാണ്. കപ്പാസിറ്റർ കംപ്ലൈൻ്റ് ആയിട്ടാണ് ഫാൻ നമ്മൾ ഓണാക്കി കറങ്ങാതെ നമ്മൾ കമ്പിട്ടൊക്കെ ഇട്ട് കറങ്ങുമ്പോൾ കറങ്ങുന്നത്. ആ സമയത്ത് ഒന്നും ചെയ്യേണ്ട. അപ്പോൾ നിങ്ങൾ ആ കപ്പാസിറ്റർ നേരെ ഇളക്കിയെടുക്കുക. നേരെ കടയിൽ കൊണ്ട് കൊടുത്ത് സെയിം സാധനം മേടിച്ചുകൊണ്ട് വെച്ച് നിങ്ങൾ ഇളക്കിയെടുക്കുക. നിങ്ങൾക്ക് വയറൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഫോട്ടോ എടുത്ത് എല്ലാവരുടെ കയ്യിൽ സ്മാർട്ട് ഫോണൊക്കെ ഉണ്ടല്ലോ, ഫോട്ടോ എടുത്ത് ഇളക്കിയെടുത്താൽ ഫോട്ടോ ഇളക്കിയെടുത്തതിന് ശേഷം തിരിച്ച ഫോട്ടോ നോക്കി അതിനൊക്കെ ഫിറ്റ് ചെയ്യുക. അതിപ്പോൾ മോട്ടറായാലും നമ്മൾ ഇട്ട് ഓണാക്കുമ്പോൾ കറങ്ങിയില്ലെന്നുണ്ടെങ്കിൽ കപ്പാസിറ്റർ കംപ്ലൈൻ്റ് ആണെങ്കിൽ ഇതിനിടയ്ക്ക് നിങ്ങൾ ഊരിയിട്ട് അതിനൊക്കെ ഫോട്ടോ എടുത്ത് ഇളക്കുക, കടയിൽ കൊണ്ടുപോകാൻ മേടിക്കുക. ഈ മോട്ടറിലേക്കുള്ളതെന്ന് വെച്ചാൽ ചെറിയതെന്ന് വെച്ചാൽ ഈ വയറൊന്നും കാണത്തില്ല. ആ മോട്ടറിൽ 2 ഫീമെയിൽ പിന്നാണ്. അതിലോട്ട് ഊരിങ് നമ്മൾ ഇതിനൊക്കെ ഊരിങ് എടുക്കുക. അതിലോട്ട് ഇങ്ങനെ പിൻ ചെയ്ത് കയറ്റിയിട്ട് അത് സ്ഥിരം ചെയ്യണവർക്ക് അത് അറിയാൻ പറ്റും. അങ്ങനത്തെ പിൻ ടൈപ്പാണത്. വയറുണ്ടെങ്കിൽ ആ വയർ കണക്ട് ചെയ്ത് ഇത് വയർ തിരിച്ച് അങ്ങോട്ട് ഇങ്ങനെ മാറിപ്പോയെന്ന് ഈ AC കപ്പാസിറ്ററിലൊക്കെ വയർ മാറിപ്പോയ പ്രശ്നമുള്ളൂ. അത് 3 കാലുള്ളതില്ല. എന്ന് വെച്ചാൽ ഒരു കാലം ഫാൻ്റെ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ കപ്പാസിറ്റർ കറക്റ്റ് പവർ ഇട്ടാതെ ഓണാതാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ആളാക്കി ഇടുക. എന്നാലേ ഞാൻ ചെയ്യുന്ന വീഡിയോയുടെ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതായത് ഫ്രിഡ്ജിൻ്റെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ AC-യിലായാലും അതിനൊക്കെ എന്ത് ഇലക്ട്രിക് ഡ്രിൽ മെഷീൻ ആയാലും അതിനൊക്കെ മിക്സി ആയാലും ഒക്കെ ഉള്ള വീഡിയോ എൻ്റെ ചാനൽ മഴവിലേസൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കയറി വാച്ച് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നല്ലൊരു വർക്കുമായി നമുക്ക് അടുത്ത വീഡിയോ